വെൽക്കം ടു ആസ്പയർ ഡിഫൻസ്. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മക്കളും രക്ഷിതാക്കളും കാത്തിരുന്ന 2026 മിലിറ്ററി നഴ്സിംഗ് സർവീസ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വീഡിയോ മുഴുവനായും കാണുക. 2026 മിലിറ്ററി നഴ്സിംഗ് സർവീസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് നീറ്റ് 2026 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും വളരെ സീരിയസ് ആയിട്ട് ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത് +2 ബയോളജി സയൻസ് യോഗ്യതയുള്ള പെൺകുട്ടികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കരിയറാണ്. ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് +2വിന് ശേഷം നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ BSc നഴ്സിംഗ് പോലെയുള്ള മെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് അയക്കുന്നത്. എന്നാൽ യാതൊരു ചെലവും ഇല്ലാതെ തന്നെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന് കീഴിൽ AFMC പൂനെ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി 4 വർഷത്തെ BSc നഴ്സിംഗ് ഡിഗ്രിയും അതുവഴി ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ടുള്ള നിയമനവുമാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് വഴി ലഭിക്കുന്നത്. AFMC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് വഴി 4 വർഷത്തെ സൗജന്യ BSc നഴ്സിംഗ് ബിരുദം പെൺകുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ഇത്. 2026 മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ ലക്ഷ്യം വെക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ആദ്യം സമർപ്പിക്കേണ്ടത് നീറ്റ് 2026 ആപ്ലിക്കേഷനാണ്. നീറ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നീറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റും. 2026 നീറ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2026. അപ്പോൾ +2 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷ അയക്കാൻ പറ്റും. +2 ബയോളജി സയൻസ് യോഗ്യതയുള്ള മുഴുവൻ പെൺകുട്ടികളും മിലിറ്ററി നഴ്സിംഗ് സർവീസിന് വേണ്ടി സമർപ്പിക്കേണ്ടത് ആദ്യത്തെ അപേക്ഷ നീറ്റിന്റെ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് കാണാം, മിലിറ്ററി നഴ്സിംഗ് സർവീസ് aspirant seeking admission to BSc nursing course being conducted at Armed Forces Medical Service Hospitals for the year 2026 are required to qualify NEET. The NEET UG score will be used for the selection of 4 year of BSc nursing course. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് അയക്കുക. 2026 നീറ്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഡേറ്റ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് നീറ്റിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം 8 ഫെബ്രുവരി 2026 ആരംഭിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് ഫീസ് 8 മാർച്ച് 2026. മാർച്ച് 8 തീയതിയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോമിന്റെ അവസാന തീയതി എന്ന് പറയുന്നത്. അതേപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് നമ്മുടെ +2 എക്സാമിന് ശേഷമാണ്, 3 മെയ് 2026. ഡ്യൂറേഷൻ ഓഫ് ദി എക്സാമിനേഷൻ 180 മിനിറ്റ്സ് ആണ്, 3 hours ആണ്. ടൈമിംഗ് ഓഫ് ദി എക്സാമിനേഷൻ വരുന്നത് 2 to 5 PM ആണ്. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫീസിനെ കുറിച്ചാണ്. ജനറൽ കാറ്റഗറി സ്റ്റുഡന്റ് 1700 രൂപയാണ് അടയ്ക്കേണ്ടത്. ജനറൽ EWS OBC 1600, SC ST മറ്റു വിഭാഗങ്ങൾ 1000 rupees ആണ്. ഇങ്ങനെയാണ് ഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത് +2 ബയോളജി സയൻസ് യോഗ്യതയുള്ള പെൺകുട്ടികൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നഴ്സിംഗ് കോളേജുകളും BSc നഴ്സിംഗ് കോഴ്സുകളൊക്കെ ഉണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ മക്കളെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ചെലവാക്കിയിട്ടാണ് BSc നഴ്സിംഗ് പഠിപ്പിക്കുക. പക്ഷെ പല BSc നഴ്സിംഗ് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്കും നല്ല ജോലിയോ നല്ല കരിയറോ ലഭിക്കാറില്ല. അവിടെയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ പ്രസക്തി. +2 ബയോളജി സയൻസ് യോഗ്യതയുള്ള പെൺകുട്ടികൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസ് വഴി 4 വർഷത്തെ സൗജന്യ BSc നഴ്സിംഗ് പഠനവും അതിനുശേഷം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ ഒരു ഓഫീസർ റാങ്കിൽ കമ്മീഷൻഡ് ഓഫീസർ ആയിട്ടുള്ള നിയമനവുമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പ്ലസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. മിലിറ്ററി നഴ്സിംഗ് സർവീസിന് അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2
സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം, കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് ഫസ്റ്റ് അറ്റംപ്റ്റ് സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ +2 വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, botany and zoology and English with not less than 50% aggregate marks as a regular student. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ യോഗ്യതയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലാണ് മിലിറ്ററി നഴ്സിംഗിന് ശേഷം പെൺകുട്ടികൾക്ക് 4 വർഷത്തെ സൗജന്യ BSc നഴ്സിംഗ് ബിരുദത്തിന് പഠിക്കാൻ സാധിക്കുക. ഇന്ത്യയിൽ 6 കോളേജുകളിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സൗകര്യങ്ങളോടുകൂടെ പെൺകുട്ടികൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 4 വർഷത്തെ സൗജന്യ ബിരുദം BSc നഴ്സിംഗ് ബിരുദം പഠിക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോളേജ് ഓഫ് നഴ്സിംഗ് AFMC പൂനെ, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യത്തെ കോളേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളേജ് ഓഫ് നഴ്സിംഗ് ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്തയിലും മിലിറ്ററി ഹോസ്പിറ്റലിലെ സൗകര്യമുണ്ട്. ദെൻ കോളേജ് ഓഫ് നഴ്സിംഗ് INHS അശ്വിനി, അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4, കോളേജ് ഓഫ് നഴ്സിംഗ് RR ന്യൂഡൽഹി. ദെൻ കോളേജ് ഓഫ് നഴ്സിംഗ് CC ലക്നൗ. ദെൻ കോളേജ് ഓഫ് നഴ്സിംഗ് എയർഫോഴ്സ് ഹോസ്പിറ്റൽ ബാംഗ്ലൂർ. കേരളത്തിലുള്ള കുട്ടികളാണെങ്കിൽ തൊട്ടടുത്ത് ബാംഗ്ലൂരിലും ഇതിനുള്ള അവസരം ഉണ്ട്. അപ്പോൾ വളരെ മികച്ച സൗകര്യങ്ങളാണ് കുട്ടികൾക്കുള്ളത്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അവർക്ക് 4 വർഷവും അവിടെ യാതൊരു ട്യൂഷൻ ഫീസും ഇല്ല. അതുകൊണ്ട് തന്നെ പഠനം സൗജന്യമാണ്. അതേപോലെ സൗജന്യ ഭക്ഷണമാണ്. അവിടെ കുട്ടികൾക്ക് ഭക്ഷണത്തിനൊന്നും യാതൊരുവിധ പൈസയും ഇല്ല, മെസ് ഫീസൊന്നുമില്ല. അതേപോലെ അവിടെ സൗജന്യ താമസമാണ്. അവിടെ ഹോസ്റ്റൽ ഫീസ് ഒന്നുമില്ല. മക്കൾക്ക് സൗജന്യമായിട്ട് 4 വർഷവും താമസിച്ച് പഠിക്കാൻ സാധിക്കുന്നു. യൂണിഫോം അലവൻസ് മക്കൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനൊക്കെ പുറമെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, 4 വർഷം മക്കൾ പഠിക്കുന്ന സമയത്ത് തന്നെ മക്കൾക്ക് ഒരു ചെറിയൊരു എമൗണ്ട് പോക്കറ്റ് മണി ആയിട്ട് ഒരു സ്റ്റൈപ്പൻഡ്, മന്ത്ലി സ്റ്റൈപ്പൻഡിനുള്ള ഒരു അവസരവും ലഭിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ രക്ഷിതാക്കളെ +2 ശേഷം വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് കടത്തിവിടാതെ തന്നെ മക്കൾക്ക് പഠിക്കാനുള്ള മികച്ച സൗകര്യമാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് തരുന്നത്. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ 4 വർഷത്തെ ബിരുദത്തിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റനന്റ് റാങ്കിലാണ് നിയമനം ലഭിക്കുക. അപ്പോൾ എല്ലാ മക്കൾക്കും മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവരുടെ പേരിന്റെ കൂടെ വളരെ പ്രൗഡ് ആയിട്ടുള്ള ലെഫ്റ്റനന്റ് റാങ്ക് എന്നുള്ള റാങ്ക് ചേർക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് സർവീസിനനുസരിച്ചിട്ടുള്ള പ്രൊമോഷനും ലഭിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ക്യാപ്റ്റൻ റാങ്കിലേക്ക് പ്രൊമോട്ടഡ് ആവും. തുടർന്നുള്ള ഓരോ സർവീസ് ഡ്യൂറേഷനിലും നിങ്ങൾക്ക് മേജർ, ലെഫ്റ്റനന്റ് കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ റാങ്ക് വരെ ഉയരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും മികച്ച കാര്യം. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് വളരെ ശ്രദ്ധയോടുകൂടെ വേണം കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ. മിലിറ്ററി നഴ്സിംഗ് സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി 3 പരീക്ഷകൾക്ക്, 3 സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ പഠിക്കണം. കാരണം മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ആദ്യത്തെ എക്സാം നീറ്റ് എക്സാം ആണ്. അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MNS CBT എക്സാം, മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റ് എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണത്. അത് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ ഇന്റർവ്യൂ ആൻഡ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്, അതൊരു പേഴ്സണാലിറ്റി ഇന്റർവ്യൂ ആണ്. ഇതിന് ശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മിലിറ്ററി നഴ്സിംഗ് സർവീസിന് ഒരു വർഷം 220 സീറ്റുകളാണുള്ളത്. അപ്പോൾ ഇതിലുള്ള 3 സ്റ്റേജസിലും നല്ല മാർക്ക് നമുക്ക് എൻഷുർ ചെയ്യണം, നമുക്ക് നല്ല റാങ്കിലേക്ക് നമ്മൾ വരാൻ സാധിക്കണമെങ്കിൽ. അതുകൊണ്ട് നമുക്ക് നോക്കാം, നീറ്റ് എക്സാമിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നമ്മുടെ ആദ്യത്തെ 3 സബ്ജക്ട്സ്. നീറ്റിൽ 3 വിഷയങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത് മക്കൾ സ്കൂളിൽ +1, +2 പഠിക്കുന്ന സബ്ജക്ട്സ് തന്നെയാണ് നീറ്റിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് മക്കൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാകും. 720 മാർക്കിലാണ് നീറ്റ് എക്സാം നടക്കുന്നത്.
അത് കഴിഞ്ഞ് വരുന്ന MNS CBT എക്സാമിലേക്ക് വരുമ്പോൾ അവിടെ 3 പുതിയ സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്: ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ നോളജ്. അപ്പോൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത് ശേഷം വരുന്ന ഈ 3 സബ്ജക്ട്സുകൾ വളരെ സീരിയസ് ആയിട്ട് കുട്ടികൾ പഠിക്കണം. ഇതൊരു കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഒരുപാട് ടോപ്പിക്സുകൾ ഈ 3 സബ്ജക്ട്സിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അതിനൊക്കെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഒരുപാട് മോക്ക് ടെസ്റ്റ് സീരീസുകൾ എഴുതിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ പഠിച്ചിട്ട് വേണം മക്കൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ. അത് കഴിഞ്ഞ് വരുന്നതാണ് MNSന്റെ ഇന്റർവ്യൂ ആൻഡ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്. ഇതൊരു പേഴ്സണാലിറ്റി ഇന്റർവ്യൂ ആണ്. ഇവിടെ വിദ്യാർത്ഥികളുടെ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി, ഒരു ഫ്യൂച്ചർ ഓഫീസർ ആവാനുള്ള ക്വാളിറ്റീസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനും വളരെ സീരിയസ് ആയിട്ടുള്ള, അഡിക്വേറ്റ് ആയിട്ടുള്ള, പ്രയർ ആയിട്ടുള്ള മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലേക്ക് ആരും പോകരുത്. വളരെ നേരിട്ട് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിലെ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് എക്സാമിന് വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതിന്റെ റീസൺ, അവൈലബിൾ ടൈം വിൽ ബി ലെസ് ആഫ്റ്റർ നീറ്റ് എക്സാമിന് ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊരു ഓൾ ഇന്ത്യ സെലക്ഷൻ പ്രോസസ്സാണ്. ഇന്ത്യയിലുള്ള മറ്റു കുട്ടികളും ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. MNS CBT എക്സാം സിലബസ് കവറേജ് ആൻഡ് മോക്ക് ടെസ്റ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള പഠനവും അതേപോലെ മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുള്ള അനുഭവവും കുട്ടികൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. MNS മോക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ടൈം വളരെ ആവശ്യമാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെർഫോം ചെയ്യേണ്ടതെന്ന് തുടങ്ങിയിട്ടുള്ള പ്രിപ്പറേഷനും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എസ്പയർ ഡിഫൻസിന്റെ 2025 റിസൾട്ടാണ് മക്കൾ ഇവിടെ കാണുന്നത്. ഒരുപാട് കുട്ടികൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസ്, AFMC പൂനെ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എസ്പയർ ഡിഫൻസിന്റെ കോച്ചിങ്ങിലൂടെ ഒരുപാട് മക്കൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. 2025 ഓൾ ഇന്ത്യ റാങ്ക് 5 വന്നിരിക്കുന്നത് എസ്പയർ ഡിഫൻസിലെ വളരെ പ്രൗഡായിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് അഷിക ദിലീപ്. അഷിക AFMC പൂനെയിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതേപോലെ ദേവനന്ദ PV ഓൾ ഇന്ത്യ റാങ്ക് 14 ദേവനന്ദയും AFMC പൂനെയിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റാങ്ക് 72 മൃദുല TM എയർഫോഴ്സ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഗൗരി നന്ദന ഓൾ ഇന്ത്യ റാങ്ക് 76 ഗൗരിയും എയർഫോഴ്സ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ദിയ ഫാത്തിമ ഓൾ ഇന്ത്യ റാങ്ക് 181 ദിയക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്തയിലാണ്. ലിജിയ ബെന്നി ഓൾ ഇന്ത്യ റാങ്ക് 190 ലിജിയും ജോയിൻ ചെയ്തിരിക്കുന്നത് എയർഫോഴ്സ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ്. വൈഷ്ണവി CH ഓൾ ഇന്ത്യ റാങ്ക് 192 വൈഷ്ണവിയും ജോയിൻ ചെയ്തിരിക്കുന്നത് എയർഫോഴ്സ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ്. അഞ്ജു ട്രീസ അഞ്ജുവിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് AFMC പൂനെയിലാണ്. അപർണ CR അപർണ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ്. അപ്പോൾ എസ്പയർ ഡിഫൻസിന്റെ ഒരുപാട് കുട്ടികൾക്ക് ഈ പരീക്ഷ വഴി മികച്ച റാങ്കുകളിലേക്ക് മുൻവർഷങ്ങളിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവരിൽ പലരും ഇപ്പൊ ഫ്യൂച്ചർ ഓഫീസർ ആയിട്ടുണ്ട്. ഈ വർഷം മിലിറ്ററി നഴ്സിംഗ് സർവീസ് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് 2026 തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും 2027 തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമാണ് എസ്പയർ ഡിഫൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മക്കൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. എസ്പയർ ഡിഫൻസിന്റെ ആപ്പ് വഴി മക്കൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എനി ടൈം വാച്ചബിൾ ക്ലാസ്സുകളായിട്ട് MNS CBT എക്സാമിന്റെ ക്ലാസ്സുകളും ഇന്റർവ്യൂ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ കോച്ചിങ് ഫീസിലാണ് ഈ ക്ലാസ്സുകൾ തരുന്നത്. എനി ടൈം വാച്ചബിൾ ക്ലാസ്സുകളാണ്. മക്കൾക്ക് +2 എക്സാമിന്റെ തിരക്കുകൾ ഉണ്ടാവും, നീറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാവും. അതിനൊക്കെ സമയം കൊടുത്തുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മക്കൾക്ക് ഇപ്പൊ തൊട്ട് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ, ലേറ്റസ്റ്റ് പാറ്റേൺ മോക്ക് ടെസ്റ്റ് സീരീസ്, ഇന്റർവ്യൂ ഗൈഡൻസ്, ഇങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ തരുന്നത്. അപ്പം മക്കൾക്ക് വിശദമായിട്ട് ഈ കോച്ചിങ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാം. 9188909577 എന്നതാണ് വാട്സാപ്പ് നമ്പർ. അപ്പോൾ മക്കളെല്ലാവരും ഒട്ടും താമസിയാതെ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് കോച്ചിങ് ഡീറ്റെയിൽസ് ചോദിക്കുക. അതേപോലെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2026 ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നീറ്റ് UG 2026 എക്സാമിനേഷന് വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിലോ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു
ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടെ നീറ്റ് UG ആപ്ലിക്കേഷൻ തെറ്റുകൂടാതെ സമർപ്പിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.